ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ വന്നത് വിഷുവിനാണ്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം നാട്ടിൽ വിഷു ആഘോഷിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കാനഡയിൽ ഞങ്ങൾ വിഷു ആഘോഷിക്കാറുണ്ട്. എന്നാലും നാട്ടിൽ പോയിട്ട് വിഷുവൊക്കെ ആഘോഷിക്കുന്നത് അത് പ്രത്യേക ഒരു ഫീലാണ്. നാട്ടിലെ വിഷു ഒരുക്കങ്ങളും വിഷു ചന്തയും ഒക്കെ ഹസ്ബൻഡിന് പുതിയ കാഴ്ചകളാണ്. വിഷുവിൻ്റെ തലേ ദിവസം വിഷുക്കണിക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരുന്നത് അച്ഛനാണ് വിഷുക്കണിയെല്ലാം ഒരുക്കി വെക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയത് ഞാനും ഡാനിയും കൂടെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വിഷു ചന്തയിലൊക്കെ പോയിട്ട് വിഷുക്കണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. വിഷുവിൻ്റെ തലേ ദിവസം ഒരുപാട് വഴിയോര കച്ചവടക്കാരെ നമുക്ക് കാണാം. തിരുവനന്തപുരത്ത് ചാലയിൽ പോയാൽ വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റും. കൃഷ്ണപ്രതിമകൾ മാത്രം വിൽക്കുന്ന വഴിയോര കച്ചവടക്കാരെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. വിഷുക്കാലത്ത് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണത്. നാട്ടിലുള്ളപ്പോൾ ഒരുപാട് കണിക്കൊന്ന മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നാട് വിട്ട് പുറത്തു പോകുമ്പോഴാണ് നമ്മൾ അതൊക്കെ എത്രമാത്രം മിസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാനഡയിൽ വന്നിട്ട് ഞാൻ വിഷു ആഘോഷിക്കാറുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലെ ഫ്രഷ് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ കണി ഒരുക്കുന്നത് പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കണിയൊരുക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാറുണ്ട്. കാനഡയിലുള്ള കേരള സ്റ്റോറിലൊക്കെ വിഷുക്കണി ഒരുക്കുന്ന ഐറ്റംസും ഫ്രഷ് കണിക്കൊന്നയും ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന ഫ്ലവറൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയാണ് കേരള സ്റ്റോറൊക്കെ. അപ്പോൾ വിഷുവിൻ്റെ ആ സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാൻ പറ്റത്തില്ല. ഇവിടെ വീടിൻ്റെ അടുത്ത് വേറൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറുണ്ട്. അവിടെ പോയിട്ടാണ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങുന്നത്. ഈ വർഷം കാനഡയിൽ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന പൂവ് നാട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ട്. പക്ഷേ അത് വിഷുവൊക്കെ കഴിയുമ്പോഴായിരിക്കും എൻ്റെ കയ്യിലെത്തുന്നത്. അതെന്തായാലും അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് ഒരു കൃഷ്ണപ്രതിമ വാങ്ങിച്ചിട്ടുണ്ട്. അത് കാനഡയിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിഷു ഞങ്ങൾക്ക് ഒരു സ്പെഷ്യലായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് വിഷു ആഘോഷിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ വിഷു കാഴ്ചകൾ. ഇനി നമുക്ക് കാനഡയിലെ വിഷുക്കണി ഒരുക്കിയതൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്